ഹായ് യൂട്യൂബ്. എല്ലാരും അടിച്ചു കയറി വാ. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് നെസ്റ്റഡ് ക്ലാസ്സസിനെ പറ്റി പഠിക്കാം. അപ്പം നമുക്കൊരു ക്ലാസ് എക്സാമ്പിളായിട്ട് എഴുതാം. ഞാൻ ക്ലാസ് എ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിനകത്തൊരു ഫ്ലോട്ട് എ, അതുപോലെ തന്നെ ക്യാരക്ടർ ബി ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇത് പബ്ലിക് ആക്കി വയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു പബ്ലിക് കീവേഡ് കൊടുക്കുന്നു. എന്നിട്ട് ഞാനൊരു ഫംഗ്ഷനും എഴുതാൻ പോവുകയാണ് ഇത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു വോയിഡ് പ്രിൻറ്റ് മീ എന്നൊരു ഫംഗ്ഷൻ എഴുതി. എന്നിട്ട് ഇതിനകത്ത് ഞാൻ സ്റ്റാൻഡേർഡ് സി ഔട്ട് എ, അതുപോലെ തന്നെ ബി, ഓക്കെ, ഞാനിങ്ങനെ ഒരു പ്രിന്റ് മീ ഫംഗ്ഷനും എഴുതി എയും ബിയും പ്രിന്റ് ചെയ്യാൻ. നമുക്കിനി ഈ ക്ലാസ്സിന് വേണ്ടി ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാം, ന്യൂ എ എന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം ന്യൂ എയിൽ വാല്യൂ കൊടുക്കാൻ വേണ്ടി ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കാം. ഇപ്പം ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഞാൻ ലെറ്റ്സ് 45, അതുപോലെ ന്യൂ എ ഡോട്ട് ബിന് ഞാൻ 90 ക്യാരക്ടറാണ്. അപ്പോൾ ഞാൻ 90 ഇൻറ്റിജർ കൊടുത്തു, അത് സി വാല്യൂ ആണ്. അതുപോലെ തന്നെ ഞാൻ ന്യൂ എ ഇനി പ്രിന്റ് ചെയ്യുക. അപ്പോൾ പ്രിന്റ് മീ കോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഞാനിത് റൺ ചെയ്ത 45 90യും 45 സി ക്യാരക്ടർ ആയതുകൊണ്ട് ഇവിടെ സി 90യുടെ ക്യാരക്ടർ വാല്യൂ സി പ്രിന്റ് ആയി. ഓക്കെ, ഇനി നമുക്ക് നെസ്റ്റഡ് ക്ലാസ്സസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രാഞ്ചിങ്ങിലൊക്കെ പഠിച്ചായിരുന്നു. നെസ്റ്റഡ് ബ്രാഞ്ച്, ഇഫിനകത്ത് വേറെ ഒരു ഇഫ് തന്നെ വരിക, അല്ലെങ്കിൽ ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ്, അതൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ ക്ലാസ്സിനകത്ത് എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ക്ലാസ്സിനകത്ത് തന്നെ വേറൊരു, ഇപ്പോൾ ഞാൻ പബ്ലിക് സെക്ഷനിൽ തന്നെ ആദ്യം ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ പബ്ലിക്കിനകത്ത് നമുക്ക് പുതിയൊരു ക്ലാസ് ഞാൻ ഡിക്ലെയർ ചെയ്യാം, ക്ലാസ് ബി. ഓക്കെ, എന്നിട്ട് ഇതിനും ഞാനൊരു ഫ്ലോട്ട് ഡി, അതുപോലെ തന്നെ ഫ്ലോട്ട് ഡി, അതുപോലെ തന്നെ ക്യാരക്ടർ ഇ കൊടുത്തു. ഇതിനും ഞാനൊരു പ്രിന്റ് മീ കൊടുക്കുന്നു, വോയിഡ് പ്രിന്റ് മീ. ഓക്കെ, ഇവിടെ പക്ഷെ നമുക്ക് നോക്കിയാൽ കാണാം എയിനും ബിനും ആക്സസ് ഇല്ല. ഇതിൻ്റെ അകത്ത ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസിൻ്റെ സ്കോപ്പ് നമുക്കറിയാം ഈ കേർലി ബ്രേസസിൻ്റെ അകത്താണ്. ക്ലാസ് എയിൻ്റെ സ്കോപ്പ് ഇതിനകത്തും. പക്ഷെ നമുക്ക് എന്നാലും എയിനും ബിനും ഇവിടെ ആക്സസ് ഇല്ല, കാരണം ഇത് ഇന്നർ ക്ലാസ് ആയതുകൊണ്ട്, ഒരു ക്ലാസ്സിനകത്തൊരു ക്ലാസ്. അപ്പോൾ നമുക്കിതിവിടെ ഡി ഇ ആക്കാം, നമ്മുടെ ക്ലാസ്സിൻ്റെ വേരിയബിൾസ് തന്നെ ആക്കാം. ഓക്കെ, ഇതിങ്ങനെ ആക്കി. ഇനി ഞാനിത് പ്രിന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാം? അപ്പോൾ ഞാനിവിടെ ഒരു പുതിയ വേരിയബിൾ കൊടുക്കാൻ പോവാ, ബിന്റെ ക്ലാസ് വെച്ച്, ബി ന്യൂ ബി. പക്ഷെ നോക്കിയേ നമുക്ക് ഇവിടെ ബി ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഐഡന്റിഫയർ ബി ഈസ് അൺഡിഫൈൻഡ് എന്ന് കാണിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ഇത് നമ്മൾ പബ്ലിക് ആക്കിയാൽ, പക്ഷെ എന്നിട്ട് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിത് ബിനകത്തുള്ള വേരിയബിൾസും പബ്ലിക് ആക്കുകയാണ്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ആക്സസ് ഇല്ല. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് എയിനകത്തുള്ള ഇന്നർ ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്നർ ക്ലാസ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കാം. അപ്പോൾ എ സ്കോപ്പിംഗ് ടു ബി. അപ്പോൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ആണ് ഇത്. 2 കോളൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററും. അപ്പോൾ എയിനകത്തുള്ള ഇന്നർ ക്ലാസ്സിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. അപ്പോൾ ബിനകത്തായിട്ട് ആക്സസ് കിട്ടി, നമ്മൾ ബിന്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ബിന്റെ ഓരോ ഇന്നർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഡിന് ഞാൻ ലെറ്റ്സ് ഫോർ എക്സാമ്പിൾ 56, അതുപോലെ തന്നെ ന്യൂ ബി ഡോട്ട് ഇന് നമുക്ക് ഒരു ജി എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഇനി ഞാൻ ന്യൂ ബി ഡോട്ട് പ്രിന്റ് മീ കൊടുക്കുന്നു. അതിന് ന്യൂ ബിയുടെ പ്രിന്റ് മീ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇനി നമുക്കിത് റൺ ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് കാണാം, 45 ജിയും 56 ജിയും ഔട്ട്പുട്ട് വന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്നർ ക്ലാസ് ഡിക്ലെയർ ചെയ്യാം. വേണ്ട മോനെ രാമേന്ദ്ര. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താ? നമ്മൾ എന്തായാലും ഇത് അങ്ങനെയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് എഴുതിയാൽ മതിയല്ലോ. വെറുതെ ഇങ്ങനെ ഒരു സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്ററും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട് ഇന്നർ ക്ലാസ് ഉപയോഗിക്കുന്നു? അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് ആക്ച്വലി വേരിയബിൾ, അതായത് ഈ ക്ലാസ്സിനെ നമ്മൾ വേരിയബിൾ ആയിട്ട് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യാൻ പഠിക്കാം. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഇവിടെ എയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇന്നർ ക്ലാസ്സിന് ആക്സസ് ഇല്ല, കാരണം അത് ഔട്ടർ ക്ലാസ്സിലുള്ള വേരിയബിൾസ് ആണ് എയും ബിയും. അത് ഇന്നർ ക്ലാസ്സിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഔട്ടർ ക്ലാസ്സിൽ നമുക്ക് ഡിയും ഇയും കൂടെ കൊടുക്കാൻ നോക്കിയാലോ, അവിടെയും നമുക്ക് ആക്സസ് ഇല്ല. നമുക്കിവിടെ ഔട്ട്പുട്ട് വരുന്നത് ഐഡന്റിഫയർ ഡി ഈസ് അൺഡിഫൈൻഡ് എന്നാണ്. അതെന്തുകൊണ്ട് അങ്ങനെ? നമ്മൾ ഇന്നർ ക്ലാസ് ആണ്, നമ്മുടെ ക്ലാസ്സിനകത്തുള്ള ഒരു ക്ലാസ് ആണ് ഇത്, പക്ഷെ എന്നിട്ടും ഇത് ആക്സസ് ഇല്ല. അപ്പൊ ഇതെങ്ങനെ ആക്സസ് കിട്ടുന്നേ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സാധാ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമല്ലോ നമ്മുടെ ക്ലാസ് എയിനകത്ത്. അപ്പൊ അവിടെ തന്നെ നമ്മുടെ ബിന്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ബി ന്യൂ ബി എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ആക്സസ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ന്യൂ ബി ഡോട്ട് ഡി വിളിക്കുക, അതുപോലെ തന്നെ ന്യൂ ബി ഡോട്ട് ഇ. ഇപ്പൊ നോക്കിയേ, നമ്മുടെ എയിന്റെ അകത്ത് ബിന്റെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പൊ അത് അങ്ങനെയാണ് നമുക്ക് അതിന്റെ ആക്സസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രിന്റ് മീ കളഞ്ഞു, ഞാൻ ഇവിടെ തന്നെ എയും ബിയും കൂടെയും പ്രിന്റ് ചെയ്യുന്നു.
ഓക്കെ, ഇപ്പോൾ ഇവിടെ എല്ലാ വേരിയബിൾസും ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നു ഈ ഒരൊറ്റ പ്രിന്റ് മീ ഫംഗ്ഷനകത്ത് എയിനകത്തുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് സ്കോപ്പ് റെസൊല്യൂഷൻ ഇനിയിപ്പോൾ ഉപയോഗിക്കാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ ന്യൂ എയിനകത്ത് ഇപ്പോൾ ന്യൂ ബി ഉണ്ട്. അപ്പം ന്യൂ എ ഡോട്ട് ന്യൂ ബി ഡോട്ട് ഡി, ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം 56. അതുപോലെ തന്നെ ന്യൂ എ ഡോട്ട് ന്യൂ ബി ഡോട്ട് ഇ ഈക്വൽസ് ടു ജി നമുക്ക് കൊടുക്കാം. ഇനി നമുക്കിത് റൺ ചെയ്താലോ, നമുക്ക് കാണാം ഇവിടെ ഔട്ട്പുട്ട് 45Z56G എന്ന ഔട്ട്പുട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നർ ക്ലാസ് ആക്സസ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൊതുവേ ഗ്രൂപ്പിംഗ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് വേരിയബിൾസ് ഒക്കെ മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യാൻ. അപ്പോൾ ഒരു മീനിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രോഗ്രാമിംഗ് എൻവയോൺമെന്റിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാത്തിൽ വെക്ടറിന് വാല്യൂസ് ഉണ്ടാവുമല്ലോ, 4 ഫ്ലോട്ടിംഗ് വാല്യൂസ്. അപ്പോൾ അതൊക്കെ ഒറ്റ ഗ്രൂപ്പായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നർ ക്ലാസ്സസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നെസ്റ്റഡ് ക്ലാസ്സസ് പഠിച്ചു. അപ്പോൾ അതിൽ നമുക്കറിയാം നമ്മളൊരു വേരിയബിൾ ഉപയോഗിച്ചാണ്, അതായത് ഇന്നർ ക്ലാസിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടാണ് അത് ആക്സസ് ചെയ്യണേ. പക്ഷേ എനിക്കിപ്പോൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ്ട. ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്ട് എനിക്ക് ഈ ഡിയും ഇയും ഗ്രൂപ്പ് ചെയ്യണമെങ്കിലോ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതിനാണ് അനോണിമസ് ക്ലാസ്സസ് ഉള്ളത്. അനോണിമസ് ക്ലാസ്സസ് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ക്ലാസിൻ്റെ നെയിം റിമൂവ് ചെയ്യാൻ പറ്റും. ക്ലാസിൻ്റെ നെയിം റിമൂവ് ചെയ്യുന്നതോടെ ഇത് അനോണിമസ് ക്ലാസ് എന്ന് പറയും. അപ്പം അനോണിമസ് ക്ലാസ് ആയുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ അപ്പോൾ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. കാരണം ബി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഐഡന്റിഫയർ അൺഡിഫൈൻഡ് ആയല്ലോ. അപ്പോൾ ഈ ബി ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യുക. പക്ഷെ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് ഈ ഡിയിലും ഇയിലേക്കും ഡയറക്റ്റ് ആക്സസ് കിട്ടും. ഇത് അനോണിമസ് ആയതുകൊണ്ട് ആ ക്ലാസിൻ്റെ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് ഡോട്ട് ഡി കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഡോട്ട് ഇ കൊടുത്താൽ മതി. നമുക്ക് ഡയറക്റ്റ് എ വെച്ച് തന്നെ ഡിയും ഇയും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഞാനിത് റൺ ചെയ്താലോ നമുക്ക് ഔട്ട്പുട്ട് സെയിം തന്നെ 45Z56G എന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് അനോണിമസ് ക്ലാസ്സസിന്റെ ഉപയോഗം. ഇപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ നെസ്റ്റഡ് ക്ലാസ്സസും അനോണിമസ് ക്ലാസ്സസും പഠിച്ചു. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ച സമയങ്ങളാണ്.